എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിത് ഈ പൊടിയിലോട്ട് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യമേ മൊത്തം വെള്ളം ചേർക്കുന്നത്, അപ്പോൾ വല്ലാതെ കുഴഞ്ഞു പോവും. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. പൊടിയുടെ എടുക്കുന്ന അളവിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പാകമാകുമ്പോഴേക്കും നമുക്ക് കൈകൊണ്ടും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇത് വരുന്നതാണ്. ഇത് കുറച്ചൊന്ന് ചൂടാറുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് ഇതിരിപ്പുണ്ട്. നമുക്കിതൊരു ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലോട്ടിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. കുറച്ച് എണ്ണയും കൂടെ തടവുകയാണെങ്കിൽ അതിലത് അധികം പറ്റിപ്പിടിക്കാതെ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇഡലി തട്ടിലേക്ക് തേങ്ങ ചേർത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇത് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. തേങ്ങയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാം. ചിലർ ഇഡലി തട്ടിലുണ്ടാക്കും, ചിലർ പ്ലേറ്റിലായിട്ട് ഒറ്റ ലെയറിലായിട്ട് വലുതാക്കി ഉണ്ടാക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിത് 2 ഇഡലി തട്ടിലായിട്ടാണ് ഇത് ചുറ്റിച്ചെടുക്കുന്നത്. നമുക്കിതൊരു ഇനി അപ്പച്ചമ്പിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഈ ഇടിയപ്പത്തിന് മുകളിലായിട്ടും കൂടെ കുറച്ച് തേങ്ങ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇതിൻ്റെ താഴെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അങ്ങനെ നല്ല നമ്മുടെ സോഫ്റ്റ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പോൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.